ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്നൊരു സംഭവം, ഏറ്റവും നമുക്കൊരു വേദനാജനകമായ സംഭവം എന്ന് തന്നെ പറയാം. അതായത് നിലമ്പൂർ ഷോക്കേറ്റ് മരിച്ചിട്ടുള്ള അനന്തു 15 വയസ്സുകാരൻ്റെ ആ ദാരുണാന്ത്യത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല, കാരണം അത്രയ്ക്കും ഒരു വിഷമം. കാരണം ഇന്നലത്തെ സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളും ആ അമ്മയുടെ നിലവിളിയും കരച്ചിലും ഒക്കെ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. കാരണം എന്നും ചോറ് വാരിത്തരുന്നതാണ് എൻ്റെ കുഞ്ഞിന്, ഇനി എങ്ങനെ വാരിത്തരുമെന്നോർത്ത് ആ അമ്മയുടെ ആ കരച്ചിലും കാര്യം ഒന്നും നമുക്ക് മറക്കാം. കാരണം ഇത് പലതവണ നടന്ന ഒരു സംഭവം കൂടിയാണ്. സത്യം പറഞ്ഞാൽ അവന്മാരിൽ ഒരുത്തനെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം കൃഷി സ്ഥലത്ത് പന്നികൾ വന്ന് നാശം സംഭവിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഓൾറെഡി കർഷകർ അങ്ങനെ കെണി വെക്കുന്നതാണ്, നമുക്കിത് അങ്ങനെ വിചാരിക്കാം. പക്ഷേ ഇവന്മാർ അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. ഇവന്മാർ പന്നികളെ പിടിച്ചിട്ട് തൂക്കി വിൽക്കുകയാണ്, അതിനുവേണ്ടിയാണ് ഇവന്മാർ കെണി വെച്ച് പിടിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം തെങ്ങ് കയറുന്ന ഒരാൾ ഇതുപോലെ അയാൾക്കൊരു ദാരുണാന്ത്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പം തന്നെ പോലീസുകാർ ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോവുക, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവന്മാർ റിമാൻഡിലാവുക, തിരിച്ചുവിടുക. ഇത് തന്നെ പണി. ഇവന്മാരുടെയൊക്കെ നടു തല്ലി ഒടിച്ചിട്ടാലേ ശരിയാവത്തുള്ളൂ. കാരണം ഈ കുഞ്ഞു ജീവൻ, ഇനി എന്തോരം ജീവിതം ബാക്കി കിടക്കുക. ആ കുഞ്ഞു ജീവൻ്റെ പോയില്ലേ, അത് ഫുട്ബോൾ കളിച്ചിട്ട് കൂട്ടുകാരും അത് തിരിച്ചു വരുന്നതിനിടെ, അത് കഴിഞ്ഞ് മീൻ പിടിക്കാൻ പോകുന്നതിനിടയിൽ കാലിലാണ് ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാര്യമാണ് നമ്മളെന്ന് പറയാം. എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എന്താ കാര്യമല്ല. ജീവൻ പോകേണ്ടവർക്ക് പോയി, ആ വീട്ടുകാർക്ക് അത് നഷ്ടപ്പെടുക തന്നെ ചെയ്തു. ഇനി ഒരിക്കലും അതവർക്ക് ഒന്ന് കാണാനോ ആ വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ആരെയൊക്കെ പ്രതികളെ പിടിച്ചാലും എന്ത് തന്നെ ചെയ്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന്മാരെ പിന്നെയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടും. അവന്മാർ പിന്നെയും അടുത്ത ഇതുപോലെ ചെയ്യും, അടുത്ത ആൾക്ക് ഇത് പറ്റും. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. അല്ലാതെ ഇതിനൊന്നും ഒരു മാറ്റവും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നേരത്തെ അതിൻ്റെ ചെയ്തിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇവന്മാർ കൃഷിസ്ഥലത്തൊന്നും അല്ല, ഇവന്മാർ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ തോന്നിവാസം കാണിച്ചു കൂട്ടുന്നതെന്ന് വിചാരിക്കണം. അവന്മാരുടെ പേരാണ് പറയുന്നത്. അവന്മാരാണ് ഇതിൽ മുഖ്യ ഇതായിട്ട് നിൽക്കുന്നത്. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. മലപ്പുറം നിലമ്പൂരിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തു പോലീസ്. കാൽ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് വൈദ്യുതാഘാതം ഏറ്റതെന്ന് FIRൽ പറയുന്നു. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 105 പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി ജിത്തു 15 വയസ്സാണ് പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. ജിത്തുവിന്റെ ബന്ധു സുരേഷ് നൽകിയ പരാതിയിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ജിത്തുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സുരേഷിനും ഷോക്കേറ്റെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിലാണ് അപകടകരമായ രീതിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നത്. ഫുട്ബോൾ കളിച്ചതിനു ശേഷം ബന്ധുക്കളായ വിദ്യാർത്ഥികൾക്കൊപ്പം മീൻ പിടിക്കാൻ പോകുന്നതിനിടെയാണ് ജിത്തുവിന് വൈദ്യുതാഘാതമേറ്റത്. ഷാനു, യദു എന്നീ കൂട്ടുകാരും ഒപ്പമുണ്ടായിരുന്നു. ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അനധികൃതമായി നിർമ്മിച്ച ഫെൻസിംഗിൽ നിന്നാണ് വിദ്യാർത്ഥിക്ക് വൈദ്യുതാഘാതമേറ്റതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വിദ്യാർത്ഥിയുടെ മരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. ജ്ഞാപകം പാടാൻ അനന്തു ഇനിയില്ല. പ്രിയപ്പെട്ടവന്റെ വേർപാട് താങ്ങാനാവാതെ ഉറ്റവരും ഉടയവരും കണ്ണീരടിഞ്ഞ് ഒരു നാട് മുഴുവൻ. മരിച്ച അനന്തുവിന് വിട നൽകി നാട്. അനന്തുവിന്റെ മൃതദേഹം വീടിന് സമീപത്തെ കാട്ടിക്കുന്ന് ശ്മശാനത്തിൽ സംസ്കരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം മണിമൂളി കെസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്നാണ് വീട്ടിലേക്ക് എത്തിച്ചത്. അനന്തുവിന് കണ്ണീരോടെ വിട നൽകി നാട്. തീരാ നഷ്ടമെന്ന് ഉറ്റവരും ഉടയവരും. ക്ലാസ് മുറിയിൽ നിന്ന് അനന്തു പാട്ടുപാടുമ്പോൾ സഹപാഠികളും അധ്യാപകരും കാതോർത്തിരിക്കും. പാട്ടുപാടാൻ മാത്രമല്ല, പഠിക്കാനും മിടുക്കൻ. സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവൻ. എപ്പോഴും സന്തോഷത്തോടെ വർത്തമാനം പറയുന്നവൻ. പാട്ടും പ്രിയപ്പെട്ടവരും ഇല്ലാത്ത ലോകത്തേക്ക് അനന്തുവിന് വിട നൽകാൻ എത്തിയ ആർക്കും താങ്ങാനാവുന്നില്ല ആ വിയോഗം.